പിന്നെ ഓല അയിമ പോയി എന്ന പോലെ തന്നെ മനുഷ്യന്മാർ STD ബൂത്ത് പണ്ട് വന്നു. ഒരു STD ബൂത്തിന് 10 വിളി ഉണ്ടായാലും 25 STD ബൂത്ത് നിരനിരയായിട്ടും കിടക്കും. പിന്നെ 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആക്രിക്കടയിൽ STD ബൂത്തിന് അറ്റൻഷൻ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെയാണ്. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ രീതി ഉണ്ടാകുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഈവനിങ് കഫേകളിൽ നിറഞ്ഞിക്കുന്ന കടികളൊക്കെ ഇനി നോമ്പ് സൽക്കാരത്തിന് മേശമ്മ വിളമ്പാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ നോമ്പ് തുറക്കുമ്പോൾ തന്നെ നടക്കുകയാണ്. പിന്നെ കഴിഞ്ഞിട്ട് ബിരിയാണിയും പത്തിരിയൊക്കെ ആയതുകൊണ്ട് 3 പ്ലേറ്റ് തിന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൂടി ആയിട്ട് പിന്നെ ഓൻ അവിടുന്ന് നീച്ച് കഴിഞ്ഞാൽ ഇശാക്ക് പോയിട്ട് മെല്ലെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുക. ഓൻ തെറാവി സ്കെച്ചാൻ പൂതിയൊക്കെ ഉണ്ട്. ഓൻ്റെ വയറതിന് സമ്മതിക്കണില്ല. കാരണം റുക്കൂക്ക് പോകുമ്പോഴത്തേന് സുജൂദക്ക് വീഴുകയാണ്. ഈ രീതിയിലുള്ള നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാണ്. എത്രയെ തിന്നണം യാതൊരു കണക്കില്ല. സത്യം പറഞ്ഞാൽ നോൽമ്പും അല്ലാത്ത കാലം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നോൽമ്പിന് നമ്മൾ രാത്രി തിന്നും പകലുറങ്ങും. അല്ലാത്ത കാലം നമ്മൾ പകൽ തിന്നും രാത്രി ഉറക്കും. ഈ തമ്മിലുള്ള മാത്രമല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കണക്കൂട്ടുകയാണെങ്കിൽ റമദാൻ എല്ലാവർക്കും ഷുഗറും റമദാനാണ് എല്ലാവർക്കും പ്രഷറൊക്കെ പ്രമേയമൊക്കെ കൂടുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ വജും കണക്കില്ലാതെ ഇങ്ങനെ മുമ്പ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് തിന്ന്. അപ്പോൾ തീറ്റയ്ക്ക് കുറച്ചൊരു നിയന്ത്രണം ഉണ്ടാവുക. ഭക്ഷണത്തിന് ഒരു ഹെൽത്തി മെനു ശരിക്കും WHO കൊടുക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ട്. കൃത്യമായി നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഭക്ഷണത്തിനൊരു നിയന്ത്രണം തിന്നണ്ടെന്ന് ഞാൻ പറയില്ല, ഒരു പാകത്തിനൊക്കെ. ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈറ്റങ്ങൾക്ക് വിവാദത്തും ഇല്ല, ഈറ്റങ്ങൾക്ക് നിസ്കരിക്കാനും നേരമല്ല, ദിക്റെല്ലാനും ഖുർആനോദാനും നേരമല്ല. ഈ പെൽച്ചക്കുണ്ടാക്കൽ 3 മണിക്ക് തുടങ്ങണം, 2 മണിക്ക് തുടങ്ങണം. നോൽമ്പറക്കാനാകുമ്പത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അതും തുടങ്ങണം. ഈ രാവിലെ അടിച്ചിരുന്ന് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എപ്പോഴായിട്ട് നിങ്ങൾ 2 ദിവസം ഖുർആനോദുക, എപ്പോഴാ 2 ദിക്റില്ല, അതിനൊന്നും നേരമല്ല. പിന്നെ ആകെ ക്ഷീണിച്ചാൽ നോൽബണ് വെച്ചാൽ അവർ ഹജ്ജ് ചെയ്യേണ്ട ഇടങ്ങാറ ഈ രീതിയിൽ പോണ. അപ്പോൾ ഒരു പാകത്തിനൊക്കെ ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഈ റമദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ച. ഇപ്പം ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഓരോരുത്തർ കാണും 50 കിലോ അരിയൊക്കെ ഇങ്ങനെ പൊടിച്ചിങ്ങനെ കൊണ്ടുപോവുക. റമദാൻ ബേറ്റെ കാണിച്ചു തരാന്ന് അങ്ങനെ പോക്കിത്തരം അള്ളഹാനോട്. കാരണം പകല് തിന്നാൻ അയക്കാത്തതിൻ്റെ ഈറം മുഴുവൻ രാത്രി തിന്നാണ്ടാണ് തീർക്കുകയാണ്. അങ്ങനെ പെരുന്തീറ്റ തിന്നാണ്ട് നോൽപ്പിനെ ഇങ്ങനെ ഇടങ്ങാറാക്കരുത്. നിങ്ങൾ കുറച്ചൊക്കെ ഒരു പാകത്തിന് തിന്ന് കുറച്ച് പാകത്തിന് ആഘോഷിച്ച് ഈ പെണ്ണുങ്ങൾക്കും തന്നെ കുറച്ച് റിലാക്സ് ഒക്കെ കൊടുത്ത് നീ മൂലയിൽ പറഞ്ഞേക്കണ എഴുതിയിട്ട് എല്ലാ ദിവസവും മന്തിപ്പീടിക്കും പുതിയാപ്പണ്ണ പറഞ്ഞേക്കും ചെയ്ത് കുറച്ചൊക്കെ പേരയിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. കുറച്ചൊക്കെ നിസ്കാര വിവാദത്തും കാര്യങ്ങളിലൊക്കെ സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ കാര്യത്തിലൊക്കെ വീട്ടിലൊരു അതപ്പ് അച്ചടക്കും. രോഗികളായ ആളുകളുണ്ടാവും, ചിലപ്പോൾ നോമ്പ് നോക്കാൻ കഴിയാത്ത ആൾക്കാർ